ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, എല്ലാവരും ഇപ്പോൾ ഓണമായതുകൊണ്ട് 3-4 ദിവസം വെജിറ്റേറിയൻ തന്നെയല്ലേ കഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു നോൺ വെജ് ആയാലോ. അന്നേരം അത് സൂപ്പറായിട്ടുള്ള ഒരു മീൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ മറക്കരുത്. ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയത് ഞാനിവിടെ 1 കിലോയുടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസ് മീൻ വേണമെങ്കിലും എടുക്കാം. ഇത് നല്ല കഴുകി വൃത്തിയാക്കി ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ചു കൊണ്ടുവരാം. അതിനുശേഷം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂണ് നല്ല എരിവുള്ള ചില്ലി പൗഡറും ചേർക്കാം. പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/4 സ്പൂണ് ഉലുവാപ്പൊടിയും, പിന്നെ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 7-8 ചെറിയ വെളുത്തുള്ളി അല്ലി അതും കൂടെ ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർക്കുക. 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി അതിന് ശേഷം ഇത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചു കൊണ്ടുവരാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു നുള്ളു ഉലുവ ഇടുക. ഇനി അതിലേക്ക് 5-6 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറേയേറെ വേപ്പില പിച്ചി ഇടുക. അന്നേരം അതിൻ്റെ ഫ്ലേവർ മൊത്തം അതിൽ കിട്ടും. ഇനി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഞാനിവിടെ 3-4 കുടംപുളി ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചത്, അതാണ് ഞാൻ വെള്ളത്തോടെ തന്നെ ഇതിൽ ചേർക്കുന്നത്. ആവശ്യത്തിന് പുളിക്കുള്ളത് ചേർക്കാം. അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി 2-3 പച്ചമുളക് നടുകെ കീറിയത് അതും കൂടെ ഇടുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇനി അടച്ചു വയ്ക്കാം. തിള വന്നതിന് ശേഷം മീനെടുത്ത് അതിലേക്ക് ഇടുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി തിള വന്നതിന് ശേഷം ഒരിക്കലും സ്പൂണോ തവിയോ ഇട്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ഇനി ചട്ടി കറക്കുകയേ ചെയ്യാവൂ. ഒന്ന് അടച്ചു വയ്ക്കുക. 2-3 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കാവുന്നതാണ്. ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഈ രീതിയിലേ മീൻ കറി വെക്കത്തുള്ളൂ. നല്ല ആവശ്യത്തിനുള്ള ചാറുമുണ്ട്, അടിപൊളിയാണ്. ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് കരിവേപ്പില ഇടുക. 1 സ്പൂൺ വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വിളമ്പാവുന്നതാണ്.
അങ്ങനെ ഈ സൂപ്പറായ കറി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇത് നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തി ആണെങ്കിൽ, പൊറോട്ട ആണെങ്കിൽ, കപ്പ, എന്തിൻ്റെ കൂടെയും, പുട്ട് എന്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ കപ്പയാണ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനിത് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിൻ്റെ കൂടെയും ഈ കറി നല്ല കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.